മലയാളത്തിന്റെ നടന്മാരും അവരുടെ മക്കളും. ആദ്യമായി മഹാനായ നടൻ പ്രേം നസീർ. പ്രേം നസീറിന്റെ മകനാണ് സീരിയൽ താരമായ ഷാനവാസ്. അടുത്തതാണ് സലിം കുമാർ. സലിം കുമാറിന്റെ മകനാണ് ചന്തു. മഞ്ഞുമ്മൽ ബോയ്സിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് സലിം കുമാറിന്റെ മകൻ ചന്തു. അടുത്തത് സുധാകരൻ നായരുടെ മകൻ സുധീഷ്. മണിച്ചിത്രത്താഴിലൂടെ വളരെയധികം നല്ല വേഷം ചെയ്തിട്ടുള്ള സുധീഷ്. അടുത്തതാണ് മനു. മനുവിനെ നമുക്കെല്ലാവർക്കും സിനിമാ സീരിയലിലൂടെ പരിചയമാണ്. മനുവിൻ്റെ മകനാണ് ദേവദാസ്. അതിശയനയിലൂടെ വന്ന് അതിശയിപ്പിച്ച ദേവദാസ്. ഹാസ്യ രാജാവായിട്ടുള്ള പപ്പു. ഹാസ്യ സാമ്രാട്ടായ പപ്പുവിൻ്റെ മകനാണ് ബിനു പപ്പു. ബിനു പപ്പു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വലിയ വില്ലനായിട്ടുള്ള ബാലൻ കെ നായർ. ബാലൻ കെ നായരുടെ മകനാണ് മേഘനാഥൻ. അച്ഛനെ പോലെ തന്നെ വില്ലൻ വേഷമാണ്. ഭരത് ഗോപി. ലെജൻഡറി ഭരത് ഗോപി. ഭരത് ഗോപിയുടെ നടനാണ് ലെജൻഡറി മുരളി ഗോപി. അദ്ദേഹം ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അടുത്തത് സോമൻ. സോമൻ പഴയകാലത്തെ ഒരു പ്രമുഖ നടനാണ്. നമുക്കെല്ലാവർക്കും പരിചിതനായ നടനാണ് മകൻ സജി സോമൻ. അടുത്തതാണ് കരമന ജനാർദ്ദൻ. കരമന ജനാർദ്ദൻ പഴയകാല ഹാസ്യ നടനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് സുധീർ കരമന. വിജയരാഘവൻ ആണ് അടുത്ത നടൻ. വിജയരാഘവന്റെ പിതാവാണ് NS പിള്ള. നാടകങ്ങളിലൂടെ വളരെ ശ്രദ്ധേയനായ നടനാണ് NS പിള്ള. അടുത്തത് മണിയൻ പിള്ള രാജു. മണിയൻ പിള്ള രാജുവിനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. മണിയൻ പിള്ള രാജുവിൻ്റെ മകനാണ് പുതുമുഖ നടനായ നിരഞ്ജൻ. അടുത്തത് രാഘവൻ. പഴയകാല നടനായിരുന്നു രാഘവൻ. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ ജിഷ്ണുവിൻ്റെ പിതാവാണ് രാഘവൻ.